ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ധന്യനായ ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ചും അപ്പോൾ തന്നെ സാത്താന്റെ രാജ്യത്തെക്കുറിച്ചും ഒക്കെ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള അല്പ വ്യത്യാസത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വന്നു. വീണ്ടും ദൈവരാജ്യത്തെക്കുറിച്ചും സാത്താന്റെ രാജ്യത്തെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ ദൈവ ശക്തി അത് പിശാചിന്റെ സാമ്രാജ്യത്തെ പരിഭ്രാന്തിയിലാക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും സാത്താൻ അവന്റെ ശക്തി പ്രയോഗിക്കുന്നു എന്ന് കരുതി ദൈവത്തിന്റെ മക്കൾ അവര് ഭാരപ്പെടേണ്ടതായ യാതൊരു കാര്യവുമില്ല, അല്ലെങ്കിൽ അവിശ്വസിക്കേണ്ടുന്നതായ യാതൊരു കാര്യവുമില്ല. എന്നാൽ സാത്താൻ അവൻ പരീക്ഷകനാണ്. അവൻ ആരെയും പരീക്ഷിക്കും. നമുക്കറിയാം, അവൻ യേശു കർത്താവിന്റെ അടുക്കൽ പോലും പരീക്ഷണവുമായിട്ട് അവൻ കടന്നു ചെന്നവനാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ അവൻ വിവിധങ്ങളായ പരീക്ഷകളുമായി യേശു കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച് അനന്തരമായിട്ട് യേശുവിന്റെ അടുക്കൽ അവൻ കടന്നു ചെല്ലുന്നതാണല്ലോ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവസാനത്തിൽ യേശു കർത്താവ് അവനെ ശാസിക്കുകയും അവൻ യേശുവിനെ വിട്ടുപോവുകയും ചെയ്യുന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ അടുക്കൽ അവൻ ചെല്ലുവാനായിട്ട് ധൈര്യം കാണിച്ചെങ്കിൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ എത്രയധികം നമ്മെ പരീക്ഷിക്കുവാനായിട്ട് കടന്നു വരുവാനായിട്ട് നോക്കുന്നവനാണ് എന്ന് നാം മറന്നു പോകരുത്. വീണ്ടും നാം മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 1:24 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, യേശു കർത്താവ് ഖബർനഹൂമിൽ ഒരു പള്ളിയിൽ താന് ഉപദേശിക്കുമ്പോൾ ആ പള്ളിയിൽ സാത്താൻ ബാധിച്ച, ഭൂതം ബാധിച്ച ഒരുവനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ അവിടെ കിടന്ന് അലറി നിലവിളിക്കുന്നുണ്ട്, യേശുവേ ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ ഞങ്ങളെ നശിപ്പിക്കുവാനാണോ കടന്നു വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നൊക്കെ സാത്താൻ അവിടെ പറയുന്നുണ്ട്, ഈ ഭൂതഗ്രസ്തൻ. എന്നാൽ യേശു കർത്താവ് ആ ഭൂതത്തെ ശാസിക്കുന്നതും ആ ഭൂതം വിട്ടുപോകുന്നതും ഇതെല്ലാം നമുക്കവിടെ കാണുവാനും കഴിയും. അപ്പോൾ പള്ളിയിൽ പോലും അവന് കയറി ചെല്ലുന്നുണ്ട്. നാം ഇന്ന് നോക്കിയാൽ അനേകരുടെ ഇടയിൽ അങ്ങനെയുള്ളതായ അന്ധകാര ശക്തികളുണ്ട്. ചിലപ്പോൾ അവൻ കമ്മിറ്റിയിൽ അവൻ കയറാറുണ്ട്, കൗൺസിലിൽ അവൻ കയറാറുണ്ട്. ഇതൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വിശ്വാസികളാന്ന് പറഞ്ഞതുകൊണ്ടോ പള്ളിയിലാന്ന് പറഞ്ഞതുകൊണ്ടോ സാത്താൻ അടുത്തു വരത്തില്ല എന്ന് നാം ഒരിക്കലും ധരിക്കരുത്. എന്നാൽ അവിടെയും കർത്താവ് ആ ഭൂതത്തെ ശാസിക്കുന്നതും അത് അലറി നിലവിളിച്ചുകൊണ്ട് പോകുന്നതുമെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ ഈ ലോകത്തില് പ്രവേശിക്കുമ്പോൾ സാത്താന്റെ ഭരണത്തിന്റെ അന്ത്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇടയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 12:31 കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും എന്നാണ് കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. തന്റെ ശിഷ്യന്മാരോട് താന് അഥവാ തന്റെ പുനരുത്ഥാനത്തിന് മുമ്പായിട്ട് അനേക കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് ഉണ്ട്. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ച് തന്നെ തുടങ്ങിയ കാര്യങ്ങൾ താൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 14:12 ക്രിസ്തു അരുളി ചെയ്തു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, അതിലധികവും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് യേശു കർത്താവ് തന്റെ പുനരുത്ഥാനത്തിന് മുമ്പ്
വാഗ്ദത്തം ചെയ്തിട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് ഇപ്പോൾ സ്വർഗരാജ്യത്തിലുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഉണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും കർത്താവിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടി ഈ അന്ധകാരത്തിന്റെ ശക്തികളെ നശിപ്പിക്കുവാൻ അഥവാ അമർച്ച ചെയ്യുവാൻ ഒക്കെ ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ളതായ കാര്യം നാം മറക്കരുത്. രോഗത്തിന്റെ മേലും ഭൂതത്തിന്റെ മേലും പൈശാചികമായ സകല അവന്റെ തന്ത്രങ്ങളുടെ മേലും അവന്റെ സകല ആഭിചാര ശക്തികളുടെ മേലും സകല അന്യദൈവങ്ങളുടെ മേലും ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് അധികാരം കൈമാറിയിട്ടാണ് കർത്താവ് സ്വർഗരാജ്യത്തിലേക്ക് കടന്നുപോയിരിക്കുന്നത്. എന്നാൽ സർവ്വലോകവും ഇപ്പോൾ ദുഷ്ടന്റെ അധീനതയിൽ തന്നെ കിടക്കുന്നു. എങ്കിലും ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ശക്തി പ്രാപിച്ച് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ശാസിക്കുമ്പോൾ ഒരു ദുഷ്ടശക്തിക്കും അവരുടെ അടുക്കൽ എത്തുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഒരു കാരണവശാലും നാം അവന്റെ തന്ത്രങ്ങളെ കണ്ട് ഭയപ്പെടുകയല്ല, ഭാരപ്പെടുകയല്ല. വിശ്വാസത്താൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവനെതിരെ അഥവാ ശക്തിയോടെ അവനെ ശാസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ വചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് നീങ്ങട്ടെ. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥമായ ഒരു മാനസാന്തരമാണ്. ആ മാനസാന്തരത്തിലൂടെ മാത്രമേ നമുക്ക് അഥവാ ശത്രുവിന്റെ മേൽ പൂർണ്ണ വിജയം പ്രാപിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവശക്തിയിൽ നിലനിൽക്കാം. അങ്ങനെ നിൽക്കുന്ന ഒരുവന്റെ അടുക്കലും ഒരു ദുഷ്ടശക്തിയും അടുക്കുകയില്ല എന്ന് വീണ്ടും ആവർത്തിക്കട്ടെ. ഏവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി.
ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. യേശുവേ